തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ തുമ്പത്തണലിൽ വാവ. കൊച്ചി കോട്ടകൾ കണ്ടോ, ഒരു കൊച്ചെറണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴെൻ്റെ അച്ഛനെ അവിടെ കണ്ടോ. ഒരു കുടുംബത്തിലെ എല്ലാവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. പ്രത്യേകിച്ച് സഹോദരന്മാരായ 3 പേർ അഭിനേതാക്കളാണ്, തിരക്കഥാകൃത്തുക്കളാണ്, സംവിധായകരാണ്. അതിലുപരി നാടകവേദിയുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരാണ്. ആ കുടുംബത്തിലെ തലപ്പൊക്കമുള്ള ഒരാൾ ശ്രീ ജെ പള്ളാശ്ശേരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി എഴുതിയ തിരക്കഥ? സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എഴുതിയ തിരക്കഥ മുഖചിത്രം തന്നെയാണ്. മുഖചിത്രം എഴുതാൻ ഉണ്ടായ കാരണം പട്ടണം റഷീദും രഞ്ജിത്തുമാണ്. ഞാൻ ഈ കണ്ട സിനിമകളുടെ കഥയൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ എൻ്റെ അടുത്ത് രഞ്ജിത്ത് പറയും, ചേട്ടൻ പറയുമ്പോൾ സിനിമ കാണുന്ന പോലെ തന്നെയാണ് ചേട്ടൻ കഥ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം ചേട്ടൻ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ 24 വയസ്സുള്ളൊരു പയ്യൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം സിനിമ എന്ന് പറയുന്നത് 1 രൂപയുടെ 2 രൂപയുടെ കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് തകർക്കാം എന്നൊക്കെ പറഞ്ഞ് ആ സെറ്റിൽ നിന്ന് പിരിഞ്ഞു. ഒരു 6 മാസത്തിന് ശേഷം പട്ടണം റഷീദ് ഒരുമിച്ച് എൻ്റെ നാടക ഓഫീസിൽ രഞ്ജിത്ത് വരികയാണ്. രഞ്ജിത്ത് വന്നിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാനൊന്ന് പറഞ്ഞ എന്തായി, കഥയൊക്കെ എന്തായി? അപ്പം ഞാൻ വല്ലാതായി. ഞാൻ പറഞ്ഞ്, രഞ്ജിത്തെ അന്ന് ഞാനതൊരു തമാശയായിട്ടാണ് കരുതിയുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാനതിനു വേണ്ടി കോട്ടയത്ത് പുള്ളി വെസ്റ്റേൺ ടി വിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നിരിക്കുകയാണ്. ഈ സിനിമ മുഴുവൻ എറണാകുളത്തായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു സംശയമായി, നടക്കൂലേ എന്നറിയില്ലല്ലോ. അപ്പം ഞാനന്ന് നാടക സമിതിയുമായിട്ട് നടക്കുന്ന കാലമാണ്. അപ്പം ഞാൻ രഞ്ജിത്തിരിക്കെ എന്ന് പറഞ്ഞ് ഞാൻ റഷീദിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിച്ചു, രഞ്ജിത്തെ റഷീദ് ഇത് നടക്കുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ എഴുതാൻ പോയെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ പാട്ടാവും. പാട്ടൊക്കെ കഴിഞ്ഞാൽ നാടകം നടക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ പരിഹാസപാത്രമാവും. ഞാൻ എന്തായി, സിനിമ ഇടംബരായി എന്നൊക്കെ ചോദിക്കണ അവസ്ഥയാവും. അപ്പോൾ അതല്ല, അയാൾ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്തിനടുത്ത് വന്ന് റഷീദ് പറഞ്ഞു, ഇപ്പം പുള്ളിക്കാരൻ നാടകമൊക്കെ വിട്ട് ഇതിന് വേണ്ടിയിട്ട് വരണമല്ലോ, അപ്പോൾ ഒരു അഡ്വാൻസ് കൊടുത്തുകൂടെ രഞ്ജിത്തിന്? കൊടുക്കാം എന്ന് പറഞ്ഞ് 35 വർഷം മുമ്പ് പുള്ളിയുടെ ബ്രീഫ് കേസ് തുറന്ന് പുള്ളി എനിക്ക് 10,001 രൂപ എടുത്ത് അഡ്വാൻസ് തരാണ്. അവിടെ നിന്നാണ് എൻ്റെ സിനിമാ ജീവിതം മുഖചിത്രം എന്ന് പറഞ്ഞ തിരക്കഥയിലേക്ക് എത്തുന്നത്. ഈ മുഖചിത്രം നാടകമല്ലല്ലോ? നാടകമല്ല. ഇതിന് എനിക്ക് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് തന്നു. എന്നോട് കഥ ആലോചിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നടന്നൊരു സംഭവമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്മയെ 2 പ്രാവശ്യം സിമിത്തേരിയിൽ അടക്കേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ കഥയാണ്. അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ കഥ. അങ്ങനെ നിൽക്കുമ്പോൾ രഞ്ജിത്ത് എല്ലാ ദിവസവും വരും. റഷീദ് സിനിമയില്ലാത്തപ്പോൾ റഷീദ് വരും. അങ്ങനെ ദിവസം വരും. പക്ഷേ എന്നോട് എന്തായി, കഥ ഉടൻ വരെ ആയിരുന്നൊന്നും രഞ്ജിത്ത് ചോദിക്കാറില്ല. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. കാരണം അന്ന് അവിടെ 300 രൂപയാണ് വാടക. അന്ന് കഥ മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ കഥ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രഞ്ജിത്ത് പറഞ്ഞ്, ഇതില് ജയറാം, ഉർവശി, KPC ലളിത, ജഗതിച്ചേട്ടൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞു. കാരണം അന്ന് അവരൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കായിട്ട് അത്രയും സ്റ്റാർഡമുള്ള ആൾക്കാരാണ്. അതോടുകൂടി ഞാനൊക്കെ പറിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഉർവശിനെയോ അവരൊന്നും, ഈ ജയറാമിനെയോ ജഗതിച്ചേട്ടനെയോ KPC ലളിതനെയോ ഒന്നും
കാസ്റ്റ് ചെയ്യാവുന്ന ഒരു കഥാപാത്രങ്ങളും ഇല്ല. അപ്പൊ ഞാൻ റഷീദിന്റെ അടുത്ത് പറഞ്ഞു, റഷീദേ ഇത് 300 രൂപ ഇവിടെ വാടക കൊടുക്കണം, ഒരു 10-200 രൂപ എൻ്റെ ഫുഡും ഒക്കെ കൂടി ആവും, ഒരു 500 രൂപ വെച്ച് രഞ്ജിത്ത് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഉർവശിയും ജയറാമും ഒക്കെ ഉള്ള ഒരു കഥ അല്ല ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. ഈ എനിക്ക് തന്ന 10,001 രൂപ ഞാൻ നാടകം കളിച്ച് പുള്ളിക്ക് തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ റഷീദ് പറഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി കഥ ആലോചിക്കണത് 10 ദിവസമൊന്നും ഒരു ദിവസമല്ല പള്ള, പള്ളാന്നാണ് എന്നെ വിളിക്കണത്. അപ്പൊ അതൊന്നും അല്ല പള്ള, അത് ഇരുന്ന് ആലോചിച്ചോ, പള്ളന് കിട്ടും. അങ്ങനെ ഞാൻ ഒരു ദിവസം കാലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് താഴത്തെ റെസ്റ്റോറൻറ്റിൽ കാപ്പ് കുടിക്കാൻ പോയിരിക്കാൻ. അപ്പൊ പെട്ടെന്ന് ഒരു വോൾവോ ബസ് വന്നു നിന്നു. അതിൽ നിന്ന് ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് നല്ല സ്മാർട്ടായിട്ടൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അതിൻ്റെ പുറകെ 2-3 കന്യാസ്ത്രീമാർ, ടീച്ചർമാരൊക്കെ ഇറങ്ങി. അതിൻ്റെ പുറകെ ബാൻഡ് സംഘത്തിൻ്റെ വേഷത്തിൽ കുറേ പെൺകുട്ടികൾ ഇറങ്ങിയാണ്. അപ്പൊ ഏതോ വലിയ സമ്പന്നന്മാരുടെ ഒരു സ്കൂളിൽ നിന്ന് അവരിവിടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഇതിനെന്തോ ഇത് പങ്കെടുക്കാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പൊ എല്ലാവരും ആ യൂണിഫോമിലാണ്, ബാൻഡ് മറ്റേ പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു യൂണിഫോമിലാണ്. എല്ലാവരും നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഈ മുമ്പിൽ വന്ന് അങ്ങേര് വന്ന് ഓരോരുത്തർ അവിടെ ഇരുത്തുന്നു. സിസ്റ്റർ അവിടെ ഇരിക്കും, സിസ്റ്റർ അവിടെ ഇരിക്കും, ലറ്റിൻ അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇരുത്തുന്നുണ്ട്. ഇവരൊക്കെ മാഷേ മാഷേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞത് ഇവരുടെ ബാൻഡ് മാഷാണ് ഇയാള് എന്ന് മനസ്സിലായി. അപ്പൊ ഒരു കുസൃതി പോലെ എൻ്റെ മനസ്സിൽ തോന്നി, ഇയാൾക്ക് ബാൻഡൊന്നും വായിക്കാൻ അറിയാമുണ്ടാവില്ല, ഇയാള് വല്ല ചവടക്കന് സമയമാനത്തിൽ ഞാനൊന്ന് വായിക്കുന്ന ആളായിരിക്കും എന്ന് തോന്നിയ ആ നിമിഷം ഉള്ളിൽ ഏതോ ഒരു സ്പാർക്ക് പോലെ ഈ ഒരു ക്യാരക്ടർ ജയറാമിന് പറ്റുമല്ലോ എന്ന് തോന്നുകയാണ്. ഞാൻ അവിടുന്ന് കാപ്പി മുഴുവൻ കുടിച്ചില്ല, നേരെ അവിടുന്ന് ഓടി മുറിയിൽ വന്നിരുന്ന് എൻ്റെ മനസ്സിൽ തോന്നി അതങ്ങോട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 ദിവസം കൊണ്ട് ഫുൾ 1 ലൈൻ നമ്മൾ സിനിമാക്കാർ പറഞ്ഞ 1 ലൈനായി. പക്ഷെ എനിക്കിത് പറയാൻ പേടി, ഇത് ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാണ്. അങ്ങനെ ഒരു ദിവസം റഷീദും രഞ്ജിത്തും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ ഏതാണ്ട് ഒരു 1 ലൈൻ പോലെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് പറയാം, ഒന്ന് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് ഫുൾ പറയാം. പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇത് വളരെ രസമായിട്ടുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഹ്യൂമറാണ്, അതിനിടയ്ക്ക് നമുക്ക് സ്റ്റെൻഡൊക്കെ കയറ്റാവുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇത് മതി. രഞ്ജിത്ത് പറഞ്ഞു ഇത് ഓക്കെയാണ് ചേട്ടാ, ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യം, ഇത് ഓക്കെയാണെന്ന് പറയാൻ. ആണോ? അപ്പൊ ഇത് നമുക്കിനി ശരിയാക്കാം, പിന്നെ ഇത് ആര് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥയായി. അപ്പൊ റഷീദ് പറഞ്ഞ് നമുക്കൊരു പണിയാം. അന്ന് ഭയങ്കരമായിട്ട് തിരക്കായി നിൽക്കുന്ന ആളാണ് വിജയ് തമ്പി. വിജയ് തമ്പി ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പൊ ഏതോ ഒരു പടത്തിന്റെ 3-ാം മുറി അങ്ങനെ ഏതോ ഒരു പടം, ജയറാമിന്റെ പടമാണ്, അതിന്റെ ഡയറക്ഷനിലാണ്. അവിടെ ചെല്ലുന്നു, ഹോട്ടലിൽ ചെല്ലുന്നു, ഞാൻ ഈ സംഭവം പറയുന്നു. അങ്ങനെ ഈ സംഭവം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് കൊള്ളാം, ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് ജയറാം, ഉർവശി, ജഗതിച്ചേട്ടൻ, KP എന്നൊക്കെയുള്ള ലൈനിലാണ് ഇത് പറയണം. അങ്ങനെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ തമ്പി അപ്പോൾ 2 പടം കമ്മിറ്റഡാണ്. ആ 2 പടം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കാത്തിരുന്നാല് ഇപ്പോഴെങ്ങും, കാരണം തമ്പിയുടെ പടമാണ്, ഉടനെ ഒന്ന് 2 പടം ഇനി കഴിയാച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ രഞ്ജിത്തും തളരും, നമ്മൾ ഇത് അല്ലാത്ത അവസ്ഥയിലാവും. അങ്ങനെ നിന്നപ്പോഴാണ് രാധാമാധവൻ എന്ന് പറഞ്ഞ സിനിമ ഊട്ടിയിൽ നടക്കുന്നത്. അതിന്റെ മേക്കപ്പ് മാൻ റഷീദാണ്. റഷീദ് നമുക്ക് സുരേഷ് ഉണ്ണിത്താനെ അങ്ങ് നല്ല ഡയറക്ടറാണ്. ഞാൻ സുരേഷ് ഉണ്ണിത്താന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോഴും പുള്ളി ഡബിങ്ങിന് പോകാൻ പുള്ളിക്ക് വണ്ടി വന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് കറി കറിക്കോ എന്ന് പറഞ്ഞു, പോണ വഴി നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്രിവാൻഡ്രം സിറ്റി കൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ കഥ പറയാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ജയറാം അവിടെ വന്ന് വെയിറ്റ് ചെയ്യാം ഡബ് ചെയ്യാനായിട്ട്. അപ്പൊ അപ്പുറത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് ജയറാമിന്റെ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഡബ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളി പറഞ്ഞ് ജയറാം വന്നിരിക്കാനല്ലോ, നമുക്ക്
പിന്നെ ഒന്ന് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ പോണ വഴി സുരേഷ് ഉണ്ണിത്താൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പത്മരാജന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പത്മരാജന്റെ സിനിമകൾ പോലെയുള്ള ഒരു സിനിമ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇതെങ്ങനെയുള്ള ജോണറിൽപ്പെട്ടാണ് എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഹ്യൂമറൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ മനസ്സ് കളഞ്ഞു. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് രഞ്ജിത്തിനടുത്ത്, ഇവിടെ എറണാകുളത്ത് വന്ന് രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പുള്ളിക്ക് ഹ്യൂമറൊന്നും ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അല്ല എന്നാലും ഒന്ന് പറയായിരുന്നില്ലേ, ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് അങ്ങനെ രഞ്ജിത്തും കൂടെ എന്നോട് കൂടി നേരെ അവിടെ വന്നു. ഇതാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് ഉണ്ണിത്താൻ അത്ര ബോധിച്ചില്ല. കാരണം ചെറിയൊരു പയ്യൻ, അവൻ ശരി എന്നൊക്കെ ഉള്ള ഒരു ലൈനിലാണ് പുള്ളി. അപ്പൊ പുള്ളി ഭയങ്കര ബിസിയാണ്. 4 or 5 സിനിമയുടെ അഡ്വാൻസ് കിട്ടി. അപ്പൊ ഈ പടം റിലീസായിട്ടില്ല, രാധാമാധവൻ റിലീസായിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത പടം ഉത്തരം ചെയ്ത അക്ബറിന്റെയാണ്. അത് കഴിഞ്ഞ് VPK മേനോൻ. അങ്ങനെ പുള്ളി വരിയായിട്ട് സിനിമകളുണ്ട്, എല്ലാത്തിന്റെ അഡ്വാൻസും വാങ്ങിച്ചിട്ടുണ്ട് പുള്ളി. അപ്പൊ അവിടെ ചെന്ന് പുള്ളി വലിയ താല്പര്യമില്ലാത്ത പോലെ ഒരു 15 മിനിറ്റ് കൊണ്ട് പറയണേ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഈ മാക്കിന്റെ ഓഫീസിന്റെ പുറയിലൊരു ബെഡ്റൂം ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുകയാണ് പുള്ളി. അങ്ങനെ ബെഡിൽ ഇങ്ങനെ ചാരി കിടക്കുക, ഒരു താല്പര്യമില്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇത് പറയാൻ തുടങ്ങി. പറഞ്ഞ് വരുന്തോറും പുള്ളി കിടപ്പിന്ന് എഴുന്നേറ്റിരുന്നു, ബെഡിൽ തന്നെ. എന്നിട്ട് തലവണ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ താല്പര്യപൂർവ്വം കേട്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞ്, ഇത് കുഴപ്പമില്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു വല്ലാത്ത ഹ്യൂമറല്ല, ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഹ്യൂമറാണ്, ഇത് നമുക്ക് ചെയ്യാം, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ രഞ്ജിത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് 3-4 പടങ്ങൾ ഞാൻ ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ പടങ്ങൾക്ക് എങ്ങനെ വന്നെന്ന് നോക്കിയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ രാധാമാധവം ഇറങ്ങി. പടം വിചാരിച്ച പോലെ ഓടിയില്ല. അപ്പോ അതിനു മുമ്പുള്ള പുള്ളിയുടെ പടം ജാതകം, അതും ഫ്ലോപ്പായ പടമാണ്. വീണ്ടും ഞാനും രഞ്ജിത്തും കൂടെ നേരെ പൂജപ്പുര പുള്ളിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത്, പുള്ളി വരാന്തേ തന്നെ ഒരു ടീപ്പോയിൽ കുറേ കത്തുകൾ കിടക്കുകയാണ്. ഈ കത്തുകൾ പൊട്ടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ആകെ ഡള്ളാണ്. അത് മാത്രമല്ല, എനിക്ക് അഡ്വാൻസ് തന്നവരെല്ലാം അഡ്വാൻസ് തിരിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ്, ചേട്ടാ ഞങ്ങൾ അഡ്വാൻസ് തിരിച്ച് ചോദിക്കാൻ വന്നതല്ല, ഈ പടം ചേട്ടൻ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. പുള്ളി ആകെ ഞെട്ടിപ്പോയി. രഞ്ജിത്ത് ചെറുപ്പമായതുകൊണ്ട് സിനിമയുടെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പറയണത്. ഇങ്ങനെ ഫ്ലോപ്പായ 2 പടങ്ങളെടുത്ത് ഫ്ലോപ്പായ ഒരു സംവിധായകന് 3ാമത്തെ ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ഒരു കമ്പനിയും തയ്യാറാവില്ല. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞ്, അത് ചേട്ടൻ അതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട, ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാനാക്കിക്കോളാം, ചേട്ടൻ ഇത് സംവിധാനം ചെയ്യാൻ പറ്റോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നമുക്ക് ചെയ്യാം, കാരണം പുള്ളിക്ക് വേറെ വഴിയില്ല, ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഈ കഥ പറഞ്ഞത് ഒരു സിനിമ കാണുന്ന പോലെയാണ് കഥ പറഞ്ഞത്, ഇങ്ങനെ പറയാൻ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ഞങ്ങളുടെ താമസിച്ചിരുന്ന ആലുവ മാർക്കറ്റിലുള്ള പഴയ മാർക്കറ്റിൽ ഉള്ള അതിൻ്റെ പിന്നാമ്പുറത്ത് താമസിക്കുന്ന എല്ലാ മുസ്ലിം ഫാമിലീസാണ്. ഇവരാരെയും സിനിമ കാണാൻ വിടില്ല. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ, കൺവിൻസിങ് ആവുന്ന വിധത്തിലാണ് മാർത്താണ്ഡവർമ്മ പാലം പോലൊരു പാലം. അപ്പൊ ആലുവയിലുള്ള എല്ലാവർക്കും മാർത്താണ്ഡവർമ്മ പാലം അതെ, ആ പാലത്തിൽ കൂടെ ഒരു കറുത്ത അംബാസിഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറകിലത്തെ സീറ്റിൽ കണ്ണട വെച്ചിരിക്കുന്നു ഷീല. അതിന്റെ മുകളിലാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഒരു പെണ്ണിന്റെ കഥ. ഇങ്ങനെയാണ് അമ്മ കഥ പറഞ്ഞ് ശീലമുള്ളത്. അത് കേട്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ മനസ്സിനകത്തോട്ട് ഈ കഥ ഇങ്ങനെ പറഞ്ഞ ശീലമായത്. ഞാൻ എഴുതുമ്പോൾ അതിൻ്റെ ഡയലോഗുകളിൽ ഡ്രാമ ഉണ്ടായിരുന്നു ഒരുപാട്, ഞാൻ ആദ്യം എഴുതിയപ്പോൾ. അപ്പൊ അത് വായിച്ചിട്ട് സുരേഷ് ഉണ്ണിത്താൻ പറയും, ഇത് കുറച്ച് നാടക ഡയലോഗായിപ്പോയി. അപ്പൊ അത് കുറച്ചുകൂടി മനുഷ്യർ സംസാരിക്കണ പോലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ പോലെ എഴുതിയാൽ മതി, ഫ്രണ്ട്ലി. അതെ, അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറയും. ആ സീൻ വീണ്ടും എഴുതി പുള്ളിനെ കാണിക്കുന്നത്, ഇത് ആദ്യം കൂടെ എഴുതിയ പോലെയായിരുന്നു,
ഇതാണ് നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ എന്നുള്ളത്. അങ്ങനെ ഒരു കോച്ചിങ് എനിക്ക് അവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടി? കാരണം ഈ 10-12 വർഷം നാടകം തന്നെയായിട്ട് ജീവിച്ചതുകൊണ്ട് ഈ നാടക ഡയലോഗ് ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അപ്പൊ ഈ ഒരു ഇതുകൊണ്ട് എനിക്ക് കിട്ടിയ അവിടെ നിന്ന് കിട്ടിയ ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ മനുഷ്യർ സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള സംസാരമായിരിക്കണം, സംഭാഷണമായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് ഉള്ളൊരു ഇത് വന്നു. ഇതിന് ശേഷമാണ് നമ്മൾ സാന്ത്വനത്തിലേക്ക് വരുന്നത്. അതെ, ഏതാണ്ട് ഒരേ വർഷം തന്നെയാണ് ഈ മുഖചിത്രവും സാന്ത്വനവും റിലീസ് ചെയ്യുന്നത്. അതെ, സാന്ത്വനവും മറ്റൊരു തരത്തിൽ ആക്കാലത്തെ ഹിറ്റ് സിനിമയായിരുന്നു. അതെ, ആശയപരമായും അതിന്റെ സംഗീതമായാലും ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു വലിയൊരു സംഭവമായിരുന്നു. അതിന്റെ സംവിധായകൻ സിബി മലയിലായിരുന്നു. അതെ. ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പുതിയൊരാളെന്നുള്ള നിലക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഈ സുരേഷ് ഉണ്ണിത്താന്റെ ആദ്യ 2 ചിത്രങ്ങളും, അതായത് ജാതകവും രാധാമാധവും എഴുതിയത് ലോഹിതദാസാണ്. അപ്പോ 3ാമത്തെ സിനിമ സുരേഷ് ഉണ്ണിത്താന് വേണ്ടി എഴുതുന്ന ഒരു പുതിയ ആളാണ് എന്ന് പുള്ളി അറിയാണ്ടായ കാരണം ഇന്റർവെൽ വരെ മാത്രം പ്രസിദ്ധീകരിക്കാനായിട്ട്, ഇന്റർവെൽ കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞ് ഇന്റർവെൽ വരെ മാത്രം സ്ക്രിപ്റ്റ് ഞാനക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ ഇന്റർവെൽ വരെ വായിച്ചിട്ട് മറ്റേ എന്നോട് മോഹനയും കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ച് എന്നെ കാണണമെന്ന് കുമാരിയമ്മ പറയാണ്. അങ്ങനെ നാനയുടെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്നോട് ചോദിച്ചു, ഇനി എന്താണ്? ഇവിടം വരെ ഞാൻ വായിച്ചു. ഈ മുഖചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ അതുവരെ പ്രസിദ്ധീകരിക്കാണ്. ഉർവശി വന്നു, അവിടം വരെ കൊടുത്തേക്കാണ് സ്ക്രിപ്റ്റ്. അത് ഡയറക്ടറാണ് പറഞ്ഞ അവിടം വരെ കൊടുത്താൽ മതി, അതിനുശേഷം കൊടുത്താൽ പിന്നെ പടത്തിന്റെ സസ്പെൻസ് പൊളിഞ്ഞു പോകുന്നു. അപ്പൊ അങ്ങനെ അവിടം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ കുമാരിമാരുടെ അടുത്ത് ബാക്കി കഥ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, ഈ പടം ഓടും. കാരണം ഇന്റർവ്യൂ വരെ വായിച്ചിട്ട് ഇനി എന്താകുമെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ എനിക്ക് ഉണ്ടായ, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ആണ് ഈ ഇതിലേക്ക് വരാൻ കാരണം. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് സിദ്ദിഖ് എഴുതിയ ഒരു കത്തുമായിട്ട് ഒരാൾ വരാണ്. സിദ്ദിഖ് എഴുതിയിരിക്കുകയാണ്, അത്യാവശ്യമായി കച്ചേരി പഠിക്കാനുള്ള മയൂര ടൂറിസ്റ്റ് ഹോമിൽ വരിക. അപ്പൊ ഞാൻ വിചാരിച്ച അവരുടെ പുതിയ പടം ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിനകത്ത്, കാരണം ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുന്ന ആളാണെന്ന് അവർക്കറിയാം. കാരണം അവരുടെ മിമിക്സ് പരേഡ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടകം ഉണ്ടാവും, ചിലപ്പോൾ ഞങ്ങളുടെ നാടകം കഴിഞ്ഞാൽ അവരുടെ മിമിക്സ് പരേഡ് ഉണ്ടാവും. അങ്ങനെ ഒരേ വേദിയിൽ പങ്കിട്ടിട്ടുള്ളതാണ് കുറെ. ഉത്സവപ്പറമ്പിലാണ്. അപ്പൊ പിന്നെ ഫൈനാൻസ് സൊസൈറ്റികളിലൊക്കെ അങ്ങനെ അതായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞ്, അത് നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാലേ നിങ്ങളെ സിബി മലയിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിന്? നിങ്ങളെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കാൻ, അല്ലാതെ എന്തിനാ നിങ്ങളെ സിബി മലയിൽ അന്വേഷിക്കണം? ഞാൻ പറഞ്ഞു, സിബി മലയിൽ ഒന്നും സ്ക്രിപ്റ്റ് എഴുതാറായിട്ടില്ല ഞാൻ, കാരണം മുഖചിത്രം ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ഡബിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഇത് സിബി മലയിൽ അറിഞ്ഞു എന്ന് അറിയില്ല, കാരണം ഞാൻ ഈ നാനയിൽ വരുന്ന ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, വർഗീസാണ് നിങ്ങളുടെ വീട് പറഞ്ഞു തന്നത്, അങ്ങനെയാണ് ആ കത്തും കൊടുത്തയച്ചത്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഫോണില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ഞങ്ങൾ ആളെ എത്തിക്കാന്ന് പറഞ്ഞ് സിബി മലയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരെ തിരുവനന്തപുരത്തിന് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നും നാടകമുള്ള ദിവസമായിരുന്നു. നാടകം കഴിഞ്ഞ് ഞാൻ 9:30 മണിയായപ്പോൾ നേരെ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ പോയി അവിടെ ചെന്ന് നമ്മുടെ മുഖചിത്രത്തിന്റെ ഡബിങ് നടക്കുന്ന ആളുകൾ താമസിക്കുന്ന, അസോസിയേറ്റും ഒക്കെ താമസിക്കുന്ന അവിടെ ചെന്ന് അവിടുന്ന് കുളിച്ച് റെഡിയായി നേരെ അമൃത ഹോട്ടലിൽ വന്ന്, അമൃത എന്നാണ് ഹോട്ടലിൻ്റെ പേര് തോന്നുന്നു, എല്ലാവരും സിനിമാക്കാരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇത്ര നമ്പർ റൂമിലാണെന്നാണ് സിദ്ദിഖ് പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഇറങ്ങി വന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ഔസേപ്പച്ചനാണ്, വാളക്കുഴി ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിബി മലയിലൊന്ന് കാണാൻ എന്ന് പറഞ്ഞു. എന്താ പേര് എന്ന് ചോദിച്ചു. ജോയി എന്ന് പറഞ്ഞു. നിൽക്കട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് പോയി. അഭിനയിക്കാൻ ചാൻസ് അന്വേഷിച്ച് വന്ന ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന പോലെ ടർക്കിയൊക്കെ പുതച്ചിട്ട് സിബി മലയിൽ ഇറങ്ങി വന്നു. എന്താന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ സിദ്ദിഖ്ലാൽ പറഞ്ഞിട്ട് എറണാകുളത്ത് വരികയാണെന്ന് പറഞ്ഞു. പൊള്ളാശ്ശേരിയാണോ പറഞ്ഞു? അതെ. അപ്പം അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു പൊള്ളാശ്ശേരി എൻ്റെ വീട്ടുപേരാണ്, ജോയി എന്നാണ് എൻ്റെ പേര്. ഓ അത് ശരി, എന്നാ വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിരുത്തി. നമ്മുടെ അടുത്തൊരു ത്രെഡ് ഉണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങളൊരു സ്ക്രീൻ ഒരു 1 ലൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞ് അപ്പുറത്തെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്, പേപ്പർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്ന് നാടകമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഔസേപ്പച്ചൻ ഇതാണ് ഈ നാടകക്കാരൊക്കെ വിളിച്ചാലുള്ള കുഴപ്പം, ഇവര് നാടകം കളഞ്ഞിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് പോയിട്ട് എനിക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അഭിനയിക്കണം, അങ്ങനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ തിരിച്ച് ആലപ്പുഴ അവിടെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പാച്ചിക്ക, അതായത് ഫാസിൽ, സിബി മലയിൽ, ഔസേപ്പച്ചൻ, ലത്തീഫ്ക്ക, ഇങ്ങനൊരു സംഘം ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് പാച്ചിക്ക കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. വാ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇരുന്നു. അപ്പോൾ ഈ കഥ പറച്ചിൽ പാച്ചിക്ക നിർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തായി വല്ലതും ആലോചിച്ചോ എന്ന് ചോദിച്ചോ സിബി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നല്ല ടെൻഷനിൽ ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 22 സീനോളം ഞാൻ എഴുതി, വിത്ത് ഡയലോഗാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിളി വരുന്നത് സുരേഷ് ഉണ്ണിത്താനി, അതായത് സിബി മലയിൽ, എൻ്റെ അടുത്തൊന്നും സിബി മലയിൽ വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായി സിബി, ഞാൻ പറഞ്ഞു 22 സീൻ പോലെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ ഒരു പോലെ? ഞാൻ പറഞ്ഞല്ല, ഇത് ശരിയായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അത് വായിച്ച് നോക്കിയിട്ട് സാറിൽ പറയണ്ടേന്ന് പറഞ്ഞു. അതിപ്പോൾ കയ്യിലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ബസ്സിന് കയറി നേരെ മദ്രാസിലോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് എന്തായി ഞാൻ 22 സീൻ അത് കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാനിങ്ങനെ സീൻ വായിച്ചു തുടങ്ങി. അപ്പോൾ ഒരു മെമിക്രി ലൈനിലാണ് ഞാൻ വായിക്കണേ. എന്താണെന്ന് വെച്ചാൽ വേണിച്ചേട്ടൻ്റെ ഡയലോഗ് വരുമ്പോഴത്തേക്കും എന്താ കുട്ടി പറയണേ, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വായിക്കും. പിന്നെ അതിനകത്തൊരു കൈമളാശാനുണ്ട് കഥകളിക്കാരൻ, അത് വന്നപ്പോൾ ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് തൻ്റെ മോനെ കണ്ടോ ഹോസ്റ്റലിൽ വെച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോൾ ശിവനിൽ വെച്ച് ഈ MS തൃപ്പൂണിത്തുറ വിചാരിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, ഒരു ചേഞ്ച് കിട്ടാൻ വേണ്ടി അല്ല, ഓരോന്നിങ്ങനെ കാശേരൻ തമ്പി, രുദ്രാമ്മ, കാശേരൻ തമ്പി, ഇങ്ങനെയാണ് വായിക്കുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇതാണ് വായിച്ചതിനോട് മെമിക്രിക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ചെറുപ്പത്തിലെ വായിക്കെന്ന് പറഞ്ഞു. അങ്ങനെ 22 സീൻ വായിച്ചു. 22 സീൻ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു സൈലൻസാണ്. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കുടിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. വെച്ച് പേടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല പറഞ്ഞു. എന്നാൽ അടുക്കളയിൽ പോയിട്ട് അവിടെ ആളുണ്ട്, കുക്കുണ്ട് അവിടെ, പുള്ളിയോട് പറഞ്ഞായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സിബി മലയിൽ പറഞ്ഞ് അപ്പോൾ ഔസേപ്പച്ചനെ എന്നാൽ പുള്ളിക്കുള്ള ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് പുള്ളി പോയിക്കോട്ടെ. പാച്ചയ്ക്ക് ചോദിച്ചു ഈ MT വാസുദേവൻ നായരുടെ പ്രസിദ്ധീകരിക്കുന്ന തിരക്കഥകൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ. അതിൻ്റെ ഒരു ദോഷം അതിനകത്തുണ്ട്, ആവശ്യമില്ലാത്ത സാഹിത്യം എഴുതി വെക്കുന്ന പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഇതിനകത്ത് ആ കഥാപാത്രം വഞ്ചിയിലിരിക്കുമ്പോൾ ഈ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് അതൊന്നും വായിച്ചത്? ആ ചെത്തിപ്പൂക്കൾ പടർന്ന അങ്ങനെ എന്തോ. ഞാൻ പറഞ്ഞ് ചെത്തിപ്പൂക്കൾ പടർന്ന വാഴയിലത്തുണ്ട് ഏതോ ഒരാത്മാവിൻ്റെ ഓർമ്മയിലെന്നോണം ഓളങ്ങളിൽ ഒഴുകി ഒഴുകി അകലേക്ക് നീങ്ങുന്നത് നിസ്സംഗയായി അവൾ നോക്കിയിരുന്നു. അതിനത് നിങ്ങൾ എന്തുദ്ദേശിച്ചാൽ നിങ്ങളത് എഴുതി? ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ കൂട്ടുകാർ ഒരുമിച്ച് ഈ അക്കരെ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള പുഴയിൽ കുളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഈ ആത്മാക്കൾക്ക് വേണ്ടി ബലിയിട്ടിട്ട് അതിൻ്റെ വാഴലയിൽ ഇങ്ങനെ ചെത്തിപ്പൂക്കൾ പടർന്നിട്ട് അതിങ്ങനെ ഓളങ്ങളിൽ ഒഴുകി 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 ഇങ്ങനെ പോണത് ഞാനിങ്ങനെ നോക്കി. എൻ്റെ ഫ്രണ്ട്സിന്, കാരണം അവർ ഹിന്ദുസ് ആയതുകൊണ്ട് അവർക്കത് വലിയൊരു കാര്യമായിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കാണുമ്പോൾ കരച്ചിൽ വരുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ പിതൃക്കളുടെയോ ഓർമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന അവർ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ഒരു വിഷ്വലാണല്ലോ അത്.
അപ്പം അത് ആ മരിച്ചുപോയ ആളും ജീവിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ്. ഈ സിനിമ മൊത്തം ആ ഒരു ആത്മാവും ബന്ധത്വവും തമ്മിലുള്ള ഒരുപാട് കണക്ഷൻസ് ഇതിന് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? നമുക്ക് എന്താണ് ഇതിൽ കാണിക്കാൻ പറ്റുന്നത്? അവളിങ്ങനെ നോക്കിയിരിക്കുന്നു. നമ്മൾ ഒരു ഷോട്ട് കാണിക്കുന്നു, ഓളങ്ങളിൽ ഒരു വാഴയിൽ കുറെ ചെത്തിപ്പൂ കൊടുന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നു. ആളുകൾക്ക് എന്ത് മനസ്സിലാവും? ഏതോ ഒരു ആത്മാവിന്റെ ഓർമ്മയിൽ എന്നോണാണെന്ന് ആളുകളെങ്ങനെ മനസ്സിലാക്കും? മനസ്സിലായ? അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അത് നിങ്ങൾ അത് വിഷ്വലായിട്ട് കാണുമ്പോൾ ഒരു കണ്ടിരിക്കുന്ന പ്രേക്ഷകന് എന്ത് ഫീൽ ചെയ്യുന്നതനുസരിച്ച് വേണം എഴുതാൻ. അങ്ങനെ നേരെ തിരിച്ച് സിബിമലയിൽ ഞാൻ ആക്കിക്കോളാം, ഹോട്ടലിലേക്ക് ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കും, എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്നറിയില്ല. അപ്പോൾ സിബിമലയിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പേടിച്ചു പോയി എന്ന് ചോദിച്ചു. ഞാൻ പറയാം അങ്ങനൊന്നുമില്ല, എഴുതി കൊടുത്തോളം നന്നായിട്ടുണ്ട്, നല്ല ഫീലുണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് വീണത്. അങ്ങനെയാണ് സാന്ത്വനം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് MT സാറ് എന്തുകൊണ്ടാണ് ഈ സിനിമകളുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് സാഹിത്യ വാക്കുകൾ ഉൾപ്പെടുത്തുന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, കുറേ നാളുകൾക്ക് ശേഷം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സതയം ഷൂട്ടിങ് നടക്കുമ്പോൾ മറ്റൊരു സിനിമയുടെ കാര്യമായിട്ട് ശ്രീനിവാസനെ കാണാൻ വേണ്ടി കണ്ണൂർ പോയിരുന്നു സെറ്റിൽ. അപ്പോൾ അവിടെ സിബിമലയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സിബിമലയിലെ കാണാൻ റൂമിൽ ചെന്നു. റൂമിൽ ചെന്നപ്പോൾ സിബിമലയിൽ പറഞ്ഞ് വാ എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ചിട്ട് പറഞ്ഞ്, ദേ ടേബിളിൽ MT വാസുദേവൻ നായരുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ സ്ക്രിപ്റ്റാണ് ഇരിക്കുന്നത്, വായിക്കാനൊരു അവസരമാണ്, ഒരു ഭാഗ്യമാണ്, വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഇരുന്ന് MT സാറ് ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ തിരക്കഥ വായിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സിനിമയ്ക്ക് വേണ്ടി MT സാർ എഴുതുന്ന തിരക്കഥയും അത് സിനിമയായി വന്നതിന് ശേഷം ഒരു പുസ്തകമായിട്ട്, തിരക്കഥാ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് ഇതേപോലെ സാഹിത്യ വാക്കുകൾ ചേർക്കുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതിൽ അങ്ങനെ അധികം സാഹിത്യം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരക്കഥ ഇങ്ങനെ സാഹിത്യ രൂപേണ എഴുതിയതെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം തിരക്കഥ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന തിരക്കഥ ഒരു സാധാരണക്കാരന് വായിച്ചാൽ അത്ര രസകരമായി തോന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു തിരക്കഥയാണ്. അതിന് തനതായ ഒരു നിലനിൽപ്പില്ല. ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തനതായ ഒരു നിലനിൽപ്പില്ല. പക്ഷേ അതൊരു സാധാരണക്കാരന് രസകരമായി വായിക്കാൻ കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് അതിനകത്ത് അല്പം സാഹിത്യം കൂടി ചേർത്ത് ഒരു നോവല് പോലെ, ഒരു നല്ല ചെറുകഥ പോലെ അത് വായിച്ചു പോകാൻ വേണ്ടിയാണ് MT സാർ അതിനകത്ത് ഈ സാഹിത്യം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ MT സാറിൻ്റെ ഈ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള തിരക്കഥ വായിക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളതൊക്കെ MTയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ബുക്കുകളിലാണ്, തിരക്കഥ പുസ്തകങ്ങളാണ്. അപ്പോൾ അത് വായിച്ചിട്ടാണ് നമ്മളിൽ അറിയാതെ ഈ സാഹിത്യം എഴുതുന്ന ഒരു സ്വാധീനം ഉണ്ടായത്. അത് സിബിമലയിൽ പറഞ്ഞ പോലെ എഴുത്തുകാരൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എന്നോട് അദ്ദേഹം പറഞ്ഞു, മനസ്സിൽ എന്ത് തോന്നിയാലും അതിൻ്റെ ഇടതുവശത്ത് നിർദ്ദേശമായിട്ട് എഴുതി വെച്ചോളൂ. അത് ഷോട്ട് എടുക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. അതിൻ്റെ ഒരു കറക്റ്റ് മീനിങ്, നമുക്ക് എന്തുദ്ദേശിച്ചാണ് അത് പറയേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് മീനിങ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നീട് തിരക്കഥകൾ എഴുതുമ്പോൾ ഞാനങ്ങനെ ഒരുപാട് സാഹിത്യങ്ങൾ എഴുതാറില്ല. എങ്കിലും
അത്യാവശ്യ സാഹിത്യ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ സീൻ വായിക്കുമ്പോൾ ഇതിലെ അഭിനേതാക്കൾക്ക് അത് പെട്ടെന്ന് അതിൻ്റെ ഒരു വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ എന്തിനാണ് ആ സംഭാഷണം അങ്ങനെ പറയുന്നത് എന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് നിർദ്ദേശത്തിൻ്റെ സ്ഥലത്ത് കുറച്ച് സാഹിത്യ രൂപേണ സാധാരണ എഴുതാറുള്ളത്. അത് ഒരു സംവിധായകന് ആ സീനുകൾ എടുക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടി വേണ്ടി എഴുതുന്നതാണ്.